ഇതുപോലെ നല്ല പഴുത്ത് തൊലിയൊക്കെ കറുത്ത് ശവമടക്ക് നടത്താൻ പ്രായമായ പഴം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ കളയണ്ട, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓട്സ് എടുത്ത് ഇതുപോലെ മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നമ്മളെടുത്ത പഴം ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം ഒരു ബൗളിലോട്ട്. നല്ല പഴുത്ത ഏത് പഴത്തിൽ വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാല് അതും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓട്സിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും പിന്നെ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ ഹണി ചേർക്കാം. ഇതൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകൾ പോലെ ചുട്ടെടുക്കണം. ഒരു സൈഡ് അല്ല ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ആക്കാല്ലേ?